Good morning, students. Welcome to today's class. Today we are discussing about floating point numbers. Before that, in fixed point numbers, some problems are there. So that is how to calculate subtraction between two fixed point numbers, right? Okay. So we are subtracting two numbers by using two's complement method. Okay. So ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അഡീഷൻ എങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ടു നമ്പേഴ്സ് തമ്മിൽ സിംപ്ലി ആഡ് ചെയ്യുന്നു. ഇനി സബ്സ്ട്രാക്ഷൻ ഓഫ് ടു നമ്പേഴ്സ് വരുന്ന കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സബ്സ്ട്രാക്റ്റും ചെയ്യുമ്പോൾ എന്തിനോടാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, ആ ഒരു വാല്യൂൻ്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടിട്ട് ആഡ് ചെയ്യാണ്. സോ സബ്സ്ട്രാക്ട് ദ വാല്യൂ 0.25 ഫ്രം 0.5 and 0.5 from 0.25. Okay, subtract the value first. ഇത് സെലക്ട് ചെയ്യാം 0.25 from 0.5. അതായത് 0.5 minus 0.25 നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 5 minus 0.25. സോ 0.25ന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണാനാണ് വേണ്ടത്. കാരണം 5.5 മൈനസ് 0.25. സോ മൈനസ് 0.25 ആയതുകൊണ്ട് ഇതിന്റെ എന്താ കാണണം, ടൂസ് കോംപ്ലിമെന്റ് കാണണം. ഓക്കെ, സോ 0.25 എന്നുള്ളതിന്റെ വാല്യൂ 0.25 എന്ന് പറഞ്ഞാൽ 0.010 ആണ്. സോ 0.25 നമുക്ക് 0.25 into 2 ആൻഡ് അങ്ങനെ ചെയ്ത് നോക്കി നമുക്ക് കിട്ടും. സോ ദ ആൻസർ 0.25ന്റെ ബൈനറി വാല്യൂ 0.010 ആണ്. സോ ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണും. സോ ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണാൻ ആദ്യം വൺസ് കോംപ്ലിമെന്റ് കണ്ടിട്ട് +1 ആഡ് ചെയ്താൽ മതി. സോ വൺസ് കോംപ്ലിമെന്റ് ഈസ് 1.101 and adding 1 to this we get 1 plus 1 is 0 with the remainder 1. Then we get 1 here, then 1 plus 1 1, then 1 plus 0 is 1. So the answer, that is 0.25 minus 0.25 is 1.110. Okay, ഇതാണ് മൈനസ് 0.25. അതായത് ഈ ഒരു എന്തിനോടാണ് സബ്സ്ട്രാക്ട് ചെയ്തതിൻ്റെ ഈ ഒരു 0.25ന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടത് ആ റിസൾട്ടിന്റെ കൂടെ 0.5 ആഡ് ചെയ്താൽ മതി. സോ 0.5 is 0.100 plus 1.110. Right, we get 0 1 0 0 1. Okay, so 0 plus 0 will become 1, 0 plus 1 will become 1, and 1 plus 1 will become 0 with a carry 1. Then 1 plus 1 is 0 with a carry 1. Okay, so ഇവിടെ carry ഉണ്ട്. Okay, subtract ചെയ്ത് carry ഉണ്ടെങ്കിൽ it will become a positive number. So carry is generated after addition. ഈ addition കഴിഞ്ഞതിന് ശേഷം ഒരു carry generate ചെയ്തു. So the result is positive and simply neglect the carry. Carry neglect ചെയ്തിട്ടുള്ള റിസൾട്ട് പോസിറ്റീവ് ആണ്. ഓക്കെ, സോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ടൂസ് കോംപ്ലിമെന്റ് കണ്ടിട്ട് അത് ആഡ് ചെയ്തതിന് റിസൾട്ടിൽ carry present ചെയ്യുന്നുണ്ടെങ്കിൽ simply remove the carry and the result is positive. Okay, then we get 0.010 as the answer. ഈ carry remove ചെയ്തു, so it is positive value. carry ഉണ്ടെങ്കിൽ പോസിറ്റീവ് വാല്യൂ 0.010, that is equivalent to 0.25. okay, plus 0.25. ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാനുള്ളത് 0.25 എന്ന് 0.5 നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് സബ്സ്ട്രാക്ട് 0.5 ഫ്രം 0.25. സോ വി ഹാവ് 0.25 മൈനസ് 0.5. അപ്പോൾ നമുക്ക് ഈ 0.5ന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണാം. സോ വി ഓൾറെഡി നോ ദാറ്റ് 0.5 ഈസ് 0.100. that is 0.100. ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണുമ്പോൾ 1.010 plus 1, that is 1 plus 1 is 0 with remainder 1. Then 1 plus 1 is 0 with remainder 1, we get 1 here. Then 1 plus 0 1. So 1.100 is minus 0.5. Then add this number to 0.010. Okay, by adding these two we get 0 1 1 1. So there is no carry here. Since there is no carry, this is a negative number. So to get the decimal value we only take this value, that is 1.110. decimal value കിട്ടണമെങ്കിൽ ഇതിന് നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, സോ ക്യാരി ഉണ്ടെങ്കിൽ ജസ്റ്റ് നെഗ്ലക്ട് ദ ക്യാരി ആൻഡ് വി ഗെറ്റ് ദ ഔട്ട്പുട്ട്. ഇഫ് ദർ ഇസ് നോ ക്യാരി ഒന്നും ഇല്ലെങ്കിൽ വി ടേക്ക് ദ ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഡെസിമൽ വാല്യൂ കിട്ടണമെങ്കിൽ ഈ ഔട്ട്പുട്ടിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കണം. സോ വി ഹാവ് 0 plus 0.001. Then first on complement plus 1, we get 1 plus 1 is 0, remainder is 1, so we get 0.010. So 0.010 is the answer, that is 0.25. So here 0.25 is the answer. Since there is no carry here, the result will be negative. So we can write minus 0.25. Okay, so this is how we are subtracting two fixed numbers. Okay.
Then moving to the next topic, that is floating point representation. In floating point representation, there should be a number is in the format of f is equal to 2 raised to c into m. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു 2 raised to c into m, where m is mantissa, and this mantissa takes values from 0.5 less than or equal to m less than or equal to 1. That is 1/2 less than or equal to m less than or equal to 1. m takes values only in the range of 1/2 less than or equal to m less than or equal to 1, and c is the exponent. Okay, it may be positive or negative. ഈ exponent positive ആവാം നെഗറ്റീവ് ആവാം. സോ ഈ ഒരു ഫോർമാറ്റിലോട്ട് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. റൈറ്റ്. ഓക്കെ, സോ നമ്മൾ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഏത് നമ്പർ കിട്ടുകയാണെങ്കിൽ 2 raised to c into m എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. ആൻഡ് കൺസിഡർ ഈ എമ്മിന്റെ വാല്യൂ 0.5 to 1 എന്നുള്ള റേഞ്ചിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ സിന്റെ വാല്യൂ എടുക്കാൻ. ഓക്കെ, സോ നമുക്ക് എമ്മിന്റെ വാല്യൂ ഏത് വാല്യൂസ് എടുക്കാം, പക്ഷെ അതിന്റെ എമ്മിന്റെ വാല്യൂ ഈ ഒരു റേഞ്ചിൽ വരണം. ഈ ഒരു റേഞ്ചിൽ എമ്മിന്റെ വാല്യൂ വരുന്ന രീതിയിൽ വേണം ഈ സിന്റെ എക്സ്പോണന്റ് വാല്യൂ എടുക്കാൻ. സോ നമുക്ക് ഏതൊരു നമ്പർ തന്നാലും നമ്മൾ ആദ്യം സി നമ്പർ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഏത് രീതിയിൽ എമ്മിന്റെ വാല്യൂ 0.5 to 1 എന്നുള്ള വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ദ ഡെസിമൽ നമ്പേഴ്സ് 4.5, 1.5, 6.5 ഹാവ് ദ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ നമുക്ക് 4.5ന്റെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ നോക്കാം. 0.5ന്റെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ നോക്കുമ്പോൾ we have, that is 0.5. Zero point, sorry, 4.5. That is 4.5 high floating point representation. ഇതിന്റെ floating point representation ചെയ്യുമ്പോൾ നമുക്ക് 2 raised to something എന്നുള്ളൊരു വാല്യൂ വരണം. ആൻഡ് ഓൾസോ the m should be in between 0.5 to 5. ഓക്കെ, സോ m 0.5 to 5 വരണമെങ്കിൽ 2ന്റെ മുകളിൽ ഏതൊക്കെ വാല്യൂസ് കൊടുക്കാൻ നമുക്ക് നോക്കാം. 2 raised to 2 പറയുമ്പോൾ 4 ആണ് വരുന്നത്. സോ 4.5 4 വരും. സോ ഈ 2 raised to നമുക്ക് ഈ സിന്റെ വാല്യൂ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എമ്മിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. സോ 2 raised to 2 എന്ന് വരികയാണെങ്കിൽ എം വിൽ ടേക്ക് 4/5 ഡിവൈഡഡ് ബൈ 4 എന്നുള്ള ഫോമിലാണ് വരിക. സോ എം ടേക്ക് ഗ്രേറ്റർ ദാൻ 1 വാല്യൂ. ഓക്കെ, സോ നമുക്ക് ഇതിനെ നമുക്ക് 2 raised to 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2 raised to 3 വിൽ ബിക്കം 8. സോ 4 divided by 5, 4.5 divided by 8, what we get? 4.5 divided by 8, we get 0.5625. okay, so 0.5625 is in between 0.5 to 1. So simply we can write that is into 0.565. okay, so അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ പ്ലീസ് ലുക്ക്, ദാറ്റ് ഈസ് റിട്ടൺ ഹിയർ. ഓക്കെ, അപ്പൊ 2 ക്യൂബ് കൊടുത്താലാണ് നമുക്ക് 0.5ന്റെയും 1ന്റെയും ഇടയിൽ നമുക്ക് മാൻഡിസ ടേം വരുത്താൻ പറ്റുള്ളൂ. സിമിലർലി സിമിലർ കേസിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു കേസിലാണ് നെക്സ്റ്റ് വാല്യൂ 1.5 എന്ന് കിട്ടുന്നത്. സോ 1.5 എന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്താ 2 raised to c into m എന്ന് കൊടുക്കണം. സോ 2 സ്ക്വയർ എന്ന് കൊടുത്താൽ 2 എന്ന് കൊടുത്താൽ 2 divided by 1.5. ഓക്കെ, 2 എന്ന് കൊടുത്താൽ മതി. സോ 2 raised to 1 into സംതിങ് വാല്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 6.5 എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് വരണം? 2 raised to 2 എന്ന് വരുമ്പോൾ 4 ആണ് കൊടുക്കുക. 6.5 divided by 4, അതായത് 6ന്റെ മുകളിൽ വരേണ്ട ഡിനോമിനേറ്റർ വാല്യൂ 6.5 divided by 4. സോ ഓൾമോസ്റ്റ് it is greater than 1. സോ 2 ക്യൂബ് കൊടുക്കണേ 8. സോ 6.5 divided by 8. ഓക്കെ, ദിസ് ഇസ് ഓക്കെ. സോ 2 ക്യൂബ് ഇൻറ്റു നെക്സ്റ്റ് വാല്യൂ നമ്മൾ 6.5 divided by 2 ക്യൂബ് ചെയ്താൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. അങ്ങനെയാണ് നമ്മൾ മാൻഡിസ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 2 ക്യൂബിന് നമുക്ക് കറസ്പോണ്ടിങ് ബൈനറി ആയിട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 2 ക്യൂബ് 2 raised to ക്യൂബ് വാല്യൂ 3 എന്ന് പറയുമ്പോൾ 0.11 ഇൻറ്റു 0.5625ന്റെ വാല്യൂ നമ്മൾ അറിയാലോ, ഫ്രാക്ഷൻ പാർട്ടിന്റെ ബൈനറി വാല്യൂ കാണുന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ we get 0.100.
Okay, 3 value 0.011, 0.562 value 0.1001 കിട്ടും. So we can write like this. 2 raised to 1 പറയുമ്പോൾ 2 raised to 1 എന്ന് പറഞ്ഞാൽ 001 into this value is 0.1100 and 2 raised to 3. Okay, ഇതിനെ corresponding binary valueലോട്ട് ഇട്ടിരിക്കണം. So this is how we are calculating the floating point of a number. അപ്പോൾ any നമ്പറിന്റെ നമുക്ക് floating point കാണാം. That is to cന്റെ value select ചെയ്യണം. എങ്ങനെ എമ്മിന്റെ റേഞ്ച് വാല്യൂസ് ഫ്രം ദാറ്റ് ഇസ് ഫ്രം 0.5 to 1 ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് സീനെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെഗറ്റീവ് ഫ്ലോട്ടിംഗ് പോയിന്റ്സ് നമ്പേഴ്സ് ആർ ജനറലി റെപ്രസെന്റ് ബൈ കൺസിഡറിംഗ് ദ മാൻഡിസ ആസ് എ ഫിക്സ്ഡ് പോയിന്റ് നമ്പർ. ദ സൈൻ ഓഫ് ദ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഇസ് ഒബ്റ്റൈൻ ഫ്രം ദ ഫസ്റ്റ് bit of മാൻഡിസ. ഇൻ ഫ്ലോട്ടിംഗ് പോയിന്റ് arithmetic multiplications are carried out as follows. Okay, so നമ്മുടെ നെഗറ്റീവ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാൻഡിസ വാല്യൂ ഓക്കെ, നമുക്ക് 2 raised to c ഇൻറ്റു ആ മാൻഡിസ വാല്യൂ ആണ്. സോ ഇതിന്റെ നെഗറ്റീവ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് മാൻഡിസന്റെ ഫസ്റ്റ് ബിറ്റ് നോക്കിയിട്ടാണ് നെഗറ്റീവ് വാല്യൂസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ക്യാരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെറ്റ് f1 be 2 raised to c1 into m1 and f2 be 2 raised to c2 into m2. സോ ഈ ഒരു f1 into f2 എന്ന് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ simply multiply these two Mandisa value, that is m1 into m2, and multiply these two exponent value, that is 2 raised to c1 plus c2. അതായത് ഈ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുക. ആൻഡ് ഓൾസോ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ 2c raised to 1 into 2c raised to 2 will become 2 raised to c plus 1. Okay, so multiply the Mandisa value and add the exponent value, that is 2 raised to c plus 1. ഇങ്ങനെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷനിൽ കാണുന്നത്. ഓക്കെ, then next okay, ഇനി പ്രൊഡക്റ്റ്, ദിസ് പ്രൊഡക്റ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ. അതായത് പ്രൊഡക്റ്റ് പറയുമ്പോൾ m1 into m2 ആണ്. സോ എമ്മിന്റെ വാല്യൂ 0.5 to 1 ആണെങ്കിൽ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്താവും? 0.5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ that is 1/2 square we get 1/4, that is 0.25. So m1 into m2 will range, പിന്നെ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ് വരുന്നത്. സോ m1 into m2 should be ranges from 0.25 to 1. ആ ഒരു രീതിയിൽ വേണം 2 raised to c plus 1 നമ്മൾ c1 plus c2 സെലക്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് m1 into m2 ranges from, അതായത് 1/2 to 1 എന്നുള്ളതിനെ സ്ക്വയർ ചെയ്യുക, ദാറ്റ് ഇസ് 1/4, ദാറ്റ് ഇസ് 0.25 to 1. ആ ഒരു റേഞ്ചിൽ വരണം. ഓക്കെ, അപ്പോൾ ഇത് ഈ റേഞ്ചിൽ വരണമെങ്കിൽ നമ്മൾ c1 plus c2 എന്നുള്ളത് അൾട്ടർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, now consider two numbers multiplication. ഈ ഒരു നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ദാറ്റ് ഇസ് 1.5 and 1.25. 1.5നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2 raised to 1 into 0.75. അതുപോലെ 1.25നെ നമുക്ക് 2 raised to 1 into 0.625. ഈ രീതിയിൽ നമ്മൾ രണ്ടും റെപ്രസെന്റ് ചെയ്തു. ദെൻ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ദീസ് ടു ആൻഡ് 2 raised to add these two. ഓക്കെ, സോ ഇതിനെ ബൈനറി ഫോർമാറ്റിലോട്ട് കൊടുക്കുമ്പോൾ 2 raised to 001 and this will become 0.110 and 2 raised to 001 and 0.1010. ഓക്കെ, ഇതിനെ നമ്മൾ ബൈനറി വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഈ രണ്ട് ടേംസ് നമ്മൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ രീതി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബൈനറി അഡീഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് 0.1100 into 0.1010. ഓക്കെ, ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ നോർമൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ we get മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.0 ഈ ഒരു ഫോമാറ്റിൽ കിട്ടും. ദാറ്റ് ഈസ് 111100. ഓക്കെ, നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇവിടെ എന്തെന്ന് 2 raised to 001 plus 001. ഓക്കെ, നോർമൽ അഡീഷൻ ചെയ്യുക. സോ 001 plus 001 will get 1 plus 1 0 with remainder 1, that is 010 എന്ന് കിട്ടും. റൈറ്റ്, സോ the answer will be 2 raised to 010 into this value. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. മാൻഡിസ് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ഈ എക്സ്പോണൻഷ്യൽ ടേം 2 raised to എന്നിട്ട് c1 plus c2 എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാം. ഓക്കെ, നൗ ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റിലെ നമ്പേഴ്സിൽ അഡീഷനും സബ്സ്ട്രാക്ഷനും ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഈക്വൽ ആക്കിയിട്ട് വേണം നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാൻ. ഓക്കെ, ദിസ് എക്സ്പോണൻഷ്യൽ ഷുഡ് ബി ഈക്വൽ. Right, addition subtraction of two floating point numbers are more difficult than the addition subtraction of two fixed point
numbers. To carry out addition, first the exponential of smaller number until it matches the exponent of larger number. Mandices are then added or subtracted. Finally, the resulting representation is rescaled so that its mandices lies in between the range 0.5 to 1. Okay. അതായത് നോർമൽ കേസിലേറെ ഫിക്സ്ഡ് പോയിന്റ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷനിലേറെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇൻ കേസ് ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ്. ബിക്കോസ് ഫിക്സ്ഡ് പോയിന്റിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി ആൻഡ് ആൾസോ ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി ഓർ ടൂസ് കോംപ്ലിമെന്റ് എടുത്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. പക്ഷേ ഇൻ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ്പൊണൻഷ്യൽ ഉള്ളതുകൊണ്ട് രണ്ട് എക്സ്പൊണൻഷ്യൽ വാല്യൂ സ്മോളർ നമ്പർ ആണെങ്കിലും ഗ്രേറ്റർ നമ്പർ ആണെങ്കിലും എക്സ്പൊണൻഷ്യൽ വാല്യൂസ് രണ്ടും സെയിം ആവണം. അതിനനുസരിച്ച് നമ്മൾ മാൻഡിസ് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഓക്കെ, സോ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് വാല്യൂ. സോ 3ഉം 0.125. സോ 3നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് 2^2 ഇൻറ്റു ആ ഒരു ഫോമാറ്റിൽ, ദാറ്റ് ഈസ് 2^2 എന്ന് പറയുമ്പോൾ 2^010 ഇൻറ്റു നമുക്ക് എന്താണോ ആ ഒരു 3 ആവേണ്ട വാല്യൂ ഇവിടെ വരുന്നത്. സോ അത് കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതി. ആൻഡ് ഓൾസോ 0.125ന്റെ ബൈനറി എന്ന് പറയുമ്പോൾ 2^0 ഇൻറ്റു സംതിങ്. സോ 1 divided by എന്ന് ചെയ്താൽ മതി. സോ 2^0, we can take 2^0 into corresponding value. ഓക്കെ, സോ 3നും 0.125നും നമ്മൾ ബൈനറി, അതായത് നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷനിൽ ബൈനറി ഫോർമാറ്റിലോട്ട് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, we have to adjust these two values. Okay, ഈ രണ്ട് എക്സ്പോണൻഷ്യൽ എന്താവണം, സെയിം ആക്കണം. Now we adjust the exponent of smaller numbers so that both exponents are equal. Okay, smaller numberന്റെ എക്സ്പോണൻഷ്യൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു so that these two are equal എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ 3ന്റെ വാല്യൂ ആണ്, ഇതിന്റെ എക്സ്പോണന്റ് ആണ് ഹയർ വാല്യൂ. സോ ഹയർ വാല്യൂ അത് അങ്ങനെ വെച്ചിട്ട് ഈ സ്മോളർ വാല്യൂവിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതായത് 2^10 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, 10 എന്ന് പറയുമ്പോൾ ദിസ് ഇസ് 2. സോ ഇതിനെ 2^2 ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ആണ് വരുന്നത്. റൈറ്റ്, സോ ഡിവൈഡ് ബൈ 4 ആകുമ്പോൾ ഇവിടെ അത്രയും ചെറിയ വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഇവിടെയുള്ള മാൻഡിസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ വി ഗെറ്റ് 0.125 is equal to 2^010, that is 2^2, that is 2^2, that is 4. സോ 0.120 by 2^2 എന്ന് വരുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 0.125 divided by 4, we get 0.03125. Okay, 0.03125 അതിന്റെ വാല്യൂ ആണ് ഇത്. ഓക്കെ, now the sum is equal to, എന്നിട്ട് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സം ചെയ്യാം. സോ 2^010 ഇൻറ്റു, എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യാം, ആഡ് ദീസ് ടു. സോ വി ഗെറ്റ് 1 2 3 4 5 6 values. So 1 2 3 4 5 6 values. So 0 plus 0 we get 0, then 1 plus 0 we get 1, then will become 0 0, then 1 1 plus 0 0 will get 1 1. Okay, so ഈ വാല്യൂ 3ന്റെ വാല്യൂ നമുക്ക് കിട്ടിയ ലാസ്റ്റ് കിട്ടിയ ഈ ഒരു 0.125ന്റെ വാല്യൂ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഴുതാം. സോ എന്നിട്ട് എക്സ്പോണൻഷ്യൽ ടേം നമ്മൾ സെയിം ആക്കിയല്ലോ, അത് അതുപോലെ എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യൽ ടേം ഈക്വൽ ആക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് മാൻഡിസ ടേം കൺവേർട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഫൈനൽ കിട്ടുന്ന ആൻസർ നമുക്ക് എന്ത് വേണം, ഈ മാൻഡിസ ടേം ഇൻ ബിറ്റ്വീൻ 0.5 to 1 ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, here is a comparison between fixed and floating point arithmetic. That is, in fixed point arithmetic, the operation is more faster than floating point arithmetic, and it is relatively economical. This is expensive because of costly hardware. A small dynamic range. Okay, fixed point dynamic range കുറവായിരിക്കും, ഇവിടെ increased dynamic range, so accuracy കൂടുതലായിരിക്കും. Okay, round of error occurs only for addition. Additionൽ മാത്രമാണ് round of errors വരുന്നത്. ഇവിടെ round of error can occur with both addition and multiplication. Overflow in addition, there will be no overflow in floating point arithmetic. Okay, this is used in small computers, and which in floating point arithmetic is used in larger computer and general purpose computer. Okay, so that's all about the comparison between these two. Then block floating point representation. In block floating point numbers, there is a compromise between fixed and floating point numbers. അതായത് ഫിക്സ്ഡും ഫ്ലോട്ടിംഗ് പോയിന്റിന്റെയും
കമ്പാരിസൺ ആണ് ബ്ലോക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിൽ വരുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു നമ്പേഴ്സ് നമ്മൾ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ബ്ലോക്കിൽ ഓരോ ബ്ലോക്കിലും നമുക്ക് എന്തുണ്ടാവും, എക്സ്പോണന്റ് ഉണ്ടാവും. ഈ ഓരോ എക്സ്പോണന്റ് വാല്യൂം ഓരോ ബ്ലോക്കിലും സെയിം എക്സ്പോണന്റ് വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, സോ ബ്ലോക്ക് ഡിവൈഡ് ചെയ്യുന്ന ഇൻ ദ സെൻസ് സെയിം എക്സ്പോണന്റ് വാല്യൂ എടുക്കും. എന്നിട്ട് ഓരോ ബ്ലോക്കിനെയും നമ്മൾ ഫിക്സ്ഡ് അരിത്തമാറ്റിക്കിന്റെ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അരിത്തമാറ്റിക് ഓപ്പറേഷൻ വിത്ത് ഈച്ച് ബ്ലോക്ക് ഇസ് ഡൺ ബൈ യൂസിങ് ഫിക്സ്ഡ് പോയിന്റ് അരിത്തമാറ്റിക്. ഫിക്സ്ഡ് പോയിന്റ് അരിത്തമാറ്റിക് യൂസ് ചെയ്തിട്ടാണ് ഓരോ ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുന്നത്. പക്ഷേ ഓരോ ബ്ലോക്കിലും ഒരു എക്സ്പോണന്റ് ഉണ്ടാവും. ഈ എക്സ്പോണന്റ് എല്ലാം എന്താണ്, സെയിം ആണ്. അപ്പോൾ എല്ലാത്തിനും കൂടിയും ഒരു എക്സ്പോണന്റ് പെർ ബ്ലോക്ക്, 1 എക്സ്പോണന്റ് പെർ ബ്ലോക്ക്. ഓരോ ബ്ലോക്കിനും ഒരു എക്സ്പോണന്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറിയിൽ സേവ് ചെയ്യാനും വേണ്ടി അത്രയും മെമ്മറി സേവിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് റെപ്രസെന്റേഷൻ ഓഫ് നമ്പർ ഇസ് മോർ സ്യൂട്ടബിൾ ഇൻ സർട്ടൻ FFT ഫ്ലോ ഗ്രാഫ്സ് ആൻഡ് ഇൻ ഡിജിറ്റൽ ഓഡിയോ ആപ്ലിക്കേഷനിലൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണ്. റൈറ്റ്, സോ ബ്ലോക്ക് floating point representation is a combination of fixed and floating point representation, that is a compromising between these two. അതായത് നമ്മൾ കിട്ടുന്ന നമ്പേഴ്സിനെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ ഓരോ ബ്ലോക്കിലും ഓരോ എക്സ്പോണൻസ് ഉണ്ടാവും. ദീസ് എക്സ്പോണൻസ് വാല്യൂ ഷുഡ് ബി സെയിം. ഓരോ എക്സ്പോണന്റെ വാല്യൂ സെയിം ആണ് ഓരോ ബ്ലോക്കിലും. ഈ ഓരോ ബ്ലോക്കിൽ നമ്മൾ പ്രോസസ് ചെയ്യുന്ന ഫിക്സ്ഡ് പോയിന്റ് റെപ്രസെന്റേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ ഇസ് ക്വാണ്ടൈസേഷൻ നോയ്സ്. വാട്ട് ഈസ് ക്വാണ്ടൈസേഷൻ നോയ്സ്? നമ്മൾ ഒരു വാല്യൂവിനെ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നോയ്സ് ആണ് ക്വാണ്ടൈസേഷൻ നോയ്സ്. ഓക്കെ, നമ്മുടെ മോസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്കറിയാം, നമ്മുടെ സിഗ്നൽസ് എല്ലാം കണ്ടിന്യൂസ് നേച്ചർ ആണ്. ഈ കണ്ടിന്യൂസ് സിഗ്നൽസിനെ നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്യണം, ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഈ കണ്ടിന്യൂസ് സിഗ്നലിനെ ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ക്വാണ്ടൈസേഷൻ പ്രൊസീജിയർ ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന നോയ്സ് ആണ് ക്വാണ്ടൈസേഷൻ നോയ്സ്. Okay, the signal to be converted into digital by using analog to digital converter. Okay, or analog to digital converter use ഒരു അനലോഗ് സിഗ്നൽ വന്നു, ദാറ്റ് ഇസ് എക്സ് ഓഫ് ടി. അത് സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഡിജിറ്റൽ സിഗ്നൽ ചെയ്തു, എക്സ് ഓഫ് എൻ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടൈസർ യൂസ് ചെയ്തിട്ട് ആ വാല്യൂ ക്വാണ്ടൈസ് ചെയ്ത് കിട്ടും, എക്സ് ക്യൂ ഓഫ് എൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇവിടെ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് ഇഫക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് ഇഫക്റ്റിൽ വരുന്നതാണ് ഈ ക്വാണ്ടൈസേഷൻ നോയ്സ്. ഓക്കെ, സോ ഈ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് ഇഫക്റ്റ്, ഈ വേർഡ് ലെങ്ത് നമ്മൾ ഫൈനൈറ്റ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഇഫക്റ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു കണ്ടിന്യൂസ് വേവിനെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് അതിന്റെ ഒരു രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ രജിസ്റ്റേഴ്സ് തന്നെ ഫിക്സ്ഡ് മെമ്മറി ലൊക്കേഷൻസ് ആവും. ഇറ്റ് മേ ബി 8 ബിറ്റ് 16 ബിറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ ഫിക്സ്ഡ് മെമ്മറി ലൊക്കേഷനിലോട്ട് നമ്മുടെ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡാറ്റനെ ഈ ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് സേവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡാറ്റനെ ട്രങ്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റൗണ്ട് ചെയ്യുക, ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് ഡാറ്റനെ റെഡ്യൂസ് ചെയ്തിട്ട് വേണം ഈ രജിസ്റ്ററിലോട്ട് സേവ് ചെയ്യാൻ. സോ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന എറർ ആണ് ദാറ്റ് ഇസ് കാൾഡ് ക്വാണ്ടൈസേഷൻ എറർ. ഓക്കെ, ഓർ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ എറർ. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന എറർ ഇസ് കാൾഡ് ക്വാണ്ടൈസേഷൻ എറർ. ഓക്കെ, സോ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഫിക്സ്ഡ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ ഫിക്സ്ഡ് രജിസ്റ്റേഴ്സിന് ഫിക്സ്ഡ് മെമ്മറി ആയിരിക്കും, ഓർ 16 ബിറ്റ് 32 ബിറ്റ് ഓർ 8 ബിറ്റ് ലൈക്ക് ദാറ്റ്. ഈ ഒരു രജിസ്റ്റേഴ്സിലോട്ട് നമ്മൾ ഡാറ്റനെ സേവ് ചെയ്യുന്നത്, നമ്മൾ ഡാറ്റ വിൽ ബി ഇൻഫിനിറ്റ്ലി ലാർജ് ഡാറ്റ. ഈ ലാർജ് ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം ബൈ യൂസിങ് ദ ടു മെത്തേഡ് കാൾഡ് ട്രങ്കേഷൻ ആൻഡ് റൗണ്ടിങ്. ട്രങ്കേഷൻ ചെയ്തിട്ട് റൗണ്ടിങ് ചെയ്തിട്ട് ആ ലോങ് ഡാറ്റ സീക്വൻസിനെ സ്മോൾ ഡാറ്റാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ക്വാണ്ടൈസേഷൻ. അപ്പോൾ ഉണ്ടാകുന്ന നോയ്സ് ആണ് ക്വാണ്ടൈസേഷൻ. ഒബ്വിയസ്ലി ഡാറ്റ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇത്തിരി ഡാറ്റാസ് റിമൂവ് ചെയ്ത് പോകുന്നു. സോ ഇത് റെക്കോർഡ്സ് എ എറർ, റൈറ്റ്. സോ അറ്റ് വാസ് ദ സിഗ്നൽ, ഈ ഒരു ഫിഗറിലെ കാണിക്കുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി സാമ്പിൾ അറ്റ് റെഗുലർ ഇന്റർവൽസ് ടി ഈക്വൽ ടു എൻ ടി when takes values from 0 1 2 3 etc to create a sequence x of n. ഓക്കെ, ഈ എക്സ് ഓഫ് ടീനെ നമ്മൾ എന്ത് ചെയ്തു, സാമ്പിൾ ചെയ്തിട്ട് വി ഗെറ്റ് ദ വാല്യൂസ് എക്സ് ഓഫ് എൻ. സാമ്പിൾ ഇസ് ദ ഫ്രീക്വൻസി ടി ഈക്വൽ ടു എൻ ടി എന്നുള്ള ഒരു ടൈം പീരീഡിൽ നമ്മൾ സാമ്പിൾ ചെയ്തു, റൈറ്റ്. ഓക്കെ, ദിസ് ഇസ് ഡൺ ബൈ എ സാമ്പിളർ. ഓക്കെ, എ സാമ്പിളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ ന്യൂമറിക് ഇക്വലന്റ് ഓഫ് ദ ഈച്ച് സാമ്പിൾ എക്സ് ഓഫ് എൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ബിറ്റ്സ് ഗിവിംഗ് എ സീക്വൻസ് എക്സ് ക്യൂ ഓഫ് എൻ. ഓക്കെ, നൗ ഒരു സാമ്പിൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഒരു കണ്ടിന്യൂസ് സിഗ്നൽ നമ്മൾ സാമ്പിൾ ചെയ്ത് ഇൻഫിനിറ്റ്ലി മെനി ആയിട്ടുള്ള ഡാറ്റാസ് വരും. ഈ ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും ഡാറ്റനെ നമ്മുടെ കറസ്പോണ്ടിങ് രജിസ്റ്ററിൽ സേവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനെന്ത് ചെയ്യും, അതിനെ നമ്മൾ ഈ സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും, ഫൈനൈറ്റ് വാല്യൂസ് ആക്കിയിട്ട് കൺവേർട്ട്. ഈ ഫൈനൈറ്റ് വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള അത് കൺവേർട്ട് ചെയ്യുന്ന ലാസ്റ്റ് കിട്ടുന്ന സീക്വൻസ് ആണ് എക്സ് ക്യൂ ഓഫ് എൻ. ഓക്കെ, ഫൈനൈറ്റ് സീക്വൻസ്. ഇതൊരു ഫൈനൈറ്റ് സീക്വൻസ്. അങ്ങനെ ഫൈനൈറ്റ് സീക്വൻസ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് ക്വാണ്ടൈസർ. ഒരു ക്വാണ്ടൈസർ യൂസ് ചെയ്തിട്ടാണ് ഫൈനൈറ്റ് സീക്വൻസ് ആക്കുന്നത്. സോ ദിസ് പ്രോസസ് ഇസ് കാൾഡ് ക്വാണ്ടൈസേഷൻ ആൻഡ് there occurs. Okay, there an error will occur between these two. Okay, ഇത് ഇൻഫിനിറ്റ് മെനി ആയിട്ടുള്ള ഒരു
ഇൻപുട്ടും ഇത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടാണ്. ഓക്കെ, സോ ഈ ഫൈനൈറ്റ് ആയിട്ടുള്ള ഡാറ്റയും ഇത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡാറ്റയും ഇവർ തമ്മിൽ എന്തായാലും ഒരു എറർ ഉണ്ടാവും. ദാറ്റ് എറർ ഈസ് കോൾഡ് ഇ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എക്സ് ക്യൂ ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് എൻ. ഇവർ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഈ എറർ എന്ന് പറയുന്നത്. ദിസ് എറർ ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ നോയ്സ് ഓർ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നോയ്സ് ഓർ ക്വാണ്ടൈസേഷൻ എറർ. റൈറ്റ്. Sinusoidal signal varies from +1 to -1 ആണ് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക. സോ ഇറ്റ്സ് range is 2. ഓക്കെ, ഡൈനാമിക് റേഞ്ച് 2 +1 -1 രീതിയിലാണ് ഒരു വേവ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എ ഡി സി ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ സിനുസോയ്ഡൽ സിഗ്നൽസ്. ഇറ്റ് എംപ്ലോയ്സ് B+1 ബിറ്റ്സ് ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ്. ഓക്കെ, B ബിറ്റ്സ് ആണ് അതിൽ കറസ്പോണ്ടിങ് B+1 ബിറ്റ്സ് ഉണ്ടാവും, കാരണം ഒരു സൈൻ ബിറ്റും കൂടി അതിൽ എക്സ്ട്രാ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വാണ്ടൈസേഷൻ നമ്പർ ഓഫ് ലെവൽസ് ക്വാണ്ടൈസ് എത്ര ലെവൽ ഇതിനെ ക്വാണ്ടൈസ് ചെയ്യുന്നുള്ളതിന് ഉള്ളതാണ് 2⁻B+1 ലെവൽസ് നമുക്ക് ഇതിനെ ക്വാണ്ടൈസ് ചെയ്യാം. സോ ഓരോ ക്വാണ്ടൈസേഷൻ ലെവൽസ് തമ്മിലുള്ള സക്സസീവ് ലെവൽസ് നമ്മൾ ഇന്റർവൽസ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് Q is equal to 2/2⁻B+1. കാരണം 2 ആണ് അതിന്റെ റേഞ്ച്, ഡിവൈഡഡ് ബൈ അതിൽ എത്ര ക്വാണ്ടൈസേഷൻ ചെയ്യണം, 2⁻B+1 ക്വാണ്ടൈസേഷൻ ചെയ്യണം. സോ ഓരോ ക്വാണ്ടൈസേഷനും തമ്മിലുള്ള ഇന്റർവെൽ വി ഗെറ്റ് ഇതിനെ ന്യൂമറേറ്ററിലോട്ട് കൊടുക്കുന്ന വി ഗെറ്റ് 2⁻B into 2⁻1. സോ വി ഗെറ്റ് 2⁻B. സോ ഓരോ ക്വാണ്ടൈസേഷന്റെ ഇന്റർവെൽ ആണ് 2⁻B. എത്ര നമ്പർ ഓഫ് ക്വാണ്ടൈസേഷൻ ചെയ്യണം, നമുക്ക് 2⁻B+1 ക്വാണ്ടൈസേഷൻ ചെയ്യണം ഫോർ B+1 ബിറ്റ്സ്. ഓക്കെ, ഇതാണ് ക്വാണ്ടൈസേഷൻ സ്റ്റെപ്പ് സൈസ്. ഇതിനാണ് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുക. Q ആ ഡ്യൂറേഷൻ ആണ് Q എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2⁻B. സോ വെൻ B equal to 3 then Q is equal to 2⁻3 likewise. ഓക്കെ, സോ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ഡാറ്റാനെ നമ്മൾ ഫൈനൈറ്റ് ഡാറ്റ ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ട്രങ്കേഷൻ ആൻഡ് റൗണ്ടിങ്. ഈ ട്രങ്കേഷൻ എന്നുള്ള മെത്തേഡ്, റൗണ്ടിങ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലോങ് ഡാറ്റ സീക്വൻസിനെ ഷോർട്ട് ഡാറ്റാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ട്രങ്കേഷൻ? ട്രങ്കേഷൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ലോങ് ഡാറ്റ സീക്വൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മളെ രജിസ്റ്റർ സൈസ് അത്രയും അതിനെ കട്ട് ചെയ്യാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബൈനറി ഡാറ്റ എടുത്തിട്ട് ഞാൻ പറയാം. ഓക്കെ, ബൈനറി ഡാറ്റ എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഒരു 1.01101 ഇങ്ങനെ ഒരു വാല്യൂ ആണെങ്കിൽ ഇതിന്റെ രജിസ്റ്റർ 1 2 3 4 5 ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്തിട്ട് രജിസ്റ്റർ വാല്യൂ 4 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 1 2 3 4 എന്നുള്ള രീതി ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള നമുക്ക് വേണ്ടത് എടുത്തിട്ട് ബാക്കി റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ട്രങ്കേഷൻ. അതായത് ട്രങ്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട രജിസ്റ്ററിന്റെ സൈസിലോട്ട് അത് റെഡ്യൂസ് ചെയ്യാം, ജസ്റ്റ് എന്നിട്ട് ബാക്കിയുള്ളത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ട്രങ്കേഷൻ is the process of discarding all the bits less significant than least significant bit that is written. least significant bit നോക്കുക MSBയിലല്ല LSBയിൽ നോക്കിയിട്ട് LSB നമുക്ക് എത്രയാണോ അതിന്റെ സൈസ് വേണ്ടത് അത്ര എടുത്തിട്ട് ബാക്കി LSBയിലുള്ള ഡാറ്റാസ് നമുക്ക് റിമൂവ് ചെയ്യാം. സപ്പോസ് if you truncate the following binary numbers from 8 to 4 bits we obtain. അതായത് 8 ബിറ്റുള്ള നമ്പേഴ്സ് ഉണ്ട്, ഇതിനെ നമ്മൾ 4 ബിറ്റ് ആയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് 8 ബിറ്റുള്ള ഒരു നമ്പർ ഉണ്ട്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം 4 ബിറ്റ് ആയിട്ട് 4 ബിറ്റ് രജിസ്റ്ററിൽ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം 4 ബിറ്റ് ആയിട്ട് ചെയ്യണം. സോ ഇതിന്റെ LSB ടേംസ് നമുക്ക് റിമൂവ് ചെയ്യാം, MSB അവിടെ വെക്കും. സോ 4 ബിറ്റ്സ് പറയുമ്പോൾ 0011 മാത്രം എടുത്തിട്ട് ഇത് നമ്മൾ സിംപ്ലി റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ട്രങ്കേഷൻ. സിമിലർ കേസ് ദിസ് ഇസ് 1.8 ബിറ്റ് ആണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിന് 4 ബിറ്റ് ആയി കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് 4 ബിറ്റ് എടുക്കുക. MSB, ദിസ് ഇസ് ദ MSB ബിറ്റ്. ഓക്കെ, ആ ഒരു ബിറ്റില് MSB വാട്ട് എടുക്കുക, ദാറ്റ് ഈസ് 0100 ഇത്ര എടുക്കുക, ഇത്രയും നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതാണ് ജസ്റ്റ് ട്രങ്കേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് റിമൂവ് ചെയ്യുക എന്നിട്ട് ചെയ്യുന്നതാണ് ട്രങ്കേഷൻ. ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അത് എന്ത് ചെയ്യാവില്ല, ഗ്രേറ്റർ ആ ഒരു സിഗ്നലിന്റെ ഗ്രേറ്റർ അറിയില്ല, കാരണം അത്രയും ഒരു ചെറിയൊരു റെഡ്യൂസേ ഉണ്ടാവുള്ളൂ, ചെറിയ അറിവ് വരും. ദെൻ റൗണ്ടിങ്. വാട്ട് ഈസ് റൗണ്ടിങ്? റൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ മാത്തമാറ്റിക്കൽ പറഞ്ഞ പോലെ റൗണ്ടിങ്, അതൊരു നമ്പർ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ, സോ ലെറ്റ് നമ്മൾ ഒരു നമ്പർ എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 5.623 and 5.628. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരു നോർമൽ ഡെസിമൽ നമ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റൗണ്ടിങ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ 5 നമ്മൾ പോയിന്റിന് ശേഷം ഫ്രാക്ഷന് ശേഷം 2 വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ,
2 values നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് വാല്യൂ ലെസ് ദാൻ 5 ആണെങ്കിൽ just remove it. If the last value is greater than 5, add 1 to the previous data. Okay, so ഇതിന് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ we get 5.62 ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്യണം. അതായത് simply remove this 3. This is less than 5. Then 5.628 ആണെങ്കിൽ this is greater than 5. Then we add 1 to this last bit. Then we get 5.63. ഓക്കെ, ആ ഒരു രീതിയാണ് ഇവിടെ റൗണ്ടിങ് ചെയ്യുന്നത്. റൗണ്ടിങ് ഇസ് ദ നമ്പർ ഓഫ് ബിറ്റ് ബി ഇസ് അക്കംപ്ലിഷ് ബൈ. ഓക്കെ, റൗണ്ടിങ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് 0.11010 എന്നുണ്ടെങ്കിൽ 3 ബിറ്റ് ആയിട്ട് റൗണ്ട് ചെയ്യണം. 3 ബിറ്റ് ആയിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഈ 3 ബിറ്റ് നമുക്ക് മതി. ഓക്കെ, സോ ഈ 3 ബിറ്റ് ആയിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ 4th ബിറ്റ് എങ്ങനെയാന്ന് നോക്കണം. 4th ബിറ്റ് ഓക്കെ ദിസ് ഇസ് ലെസ് ദാൻ 5 ആണെങ്കിൽ ഈ 3 ബിറ്റ് മാത്രം എടുത്താൽ മതി. ദാറ്റ് ഇസ് 110 എന്ന് തന്നെ വരും. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ട് 1 ആഡ് ചെയ്യണം. സോ 110 പ്ലസ് 1 ആഡ് ചെയ്താൽ വി ഗെറ്റ് 1 ഹിയർ, ദാറ്റ് ഇസ് 0.111 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നമ്മൾ ട്രങ്കേറ്റ് റൗണ്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ 0.110 ഓർ 0.111. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഞാനത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വി ഹാവ് ദിസ് വാല്യൂ. ഓക്കെ, ഇതിന് നമ്മൾ 8 ബിറ്റ് ദെൻ ദ റിസൾട്ട്. ഓക്കെ, ഇതിന് 8 ബിറ്റ് ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്യാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 ഇത് 9 ബിറ്റ് ഉണ്ട്. സോ 8 ബിറ്റ് ആയിട്ട് ഇത്രയും ഞാൻ 8 ബിറ്റ് ആയിട്ട് റൗണ്ട് ചെയ്തു. സോ ഇതിന്റെ വാല്യൂ ഒന്നെങ്കിൽ ഇത് അതുപോലെ വരും, അല്ലെങ്കിൽ ഇതിലോട്ട് 1 ആഡ് ചെയ്യണം. ഓക്കെ, സോ ഒന്നെങ്കിൽ ഇതിന്റെ വാല്യൂ വരുന്നത് ഈ സെയിം വാല്യൂ, അല്ലെങ്കിൽ ആഡ് 1 ടു ദിസ് വാല്യൂ. ഓക്കെ, ഈ ഒരു വാല്യൂലോട്ട് 1 ആഡ് ചെയ്താൽ വി ഗെറ്റ് 1 പ്ലസ് 1 വി ഗെറ്റ് 0. So this will be 0 with the remainder 1 or carry 1. Then 1 plus 1 വീണ്ടും 0 കിട്ടും with the carry 1. 1 plus 1 വീണ്ടും 0 കിട്ടും with the carry 1. And 1 plus 1 0 with the carry 1. ഈ ഒരു ടേം വരുമ്പോൾ carry 1 വരുമ്പോൾ 1 plus 0 will become 1 here. Then okay, carry 1 മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ദെൻ വീണ്ടും 1 plus 0 എന്നാണ് കിട്ടുന്നത്. ഇവിടെ 0 എന്ന് വരിക, വി ഗെറ്റ് 1. 1 plus 0 വി ഗെറ്റ് 1 ആൻഡ് 0 ഹിയർ. സോ ഇതിൽ ഏതെങ്കിലും ഒന്നാ വരുന്നത്, അതായത് ആ വാല്യൂ അല്ലെങ്കിൽ അതിലോട്ട് 1 ആഡ് ചെയ്ത വാല്യൂ. ഓക്കെ, സോ റൗണ്ടിങ് അപ്പ് ഓർ ഡൗൺ വിൽ ഹാവ് നെഗ്ലിജിബിൾ ഇഫക്റ്റ് ഓൺ ആക്യുറസി ഓഫ് കമ്പ്യൂട്ടേഷൻ. ഓക്കെ, അക്യുറസി അതായത് നെഗ്ലിജിബിൾ എററേ വരുന്നുള്ളൂ, അക്യുറസിനെ അധികം എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് ഇഫക്റ്റ് കൊണ്ട് വരുന്ന ഇഫക്ട്സ്, അതായത് റൗണ്ടിങ്ങും ട്രങ്കേഷനും കാരണമാണ് എന്ത് വരുന്നത്, ഇങ്ങനെ എറർ വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.